ആദ്യമായി ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തിയ എൻ്റെ കൃപാസന അമ്മയ്ക്കും ഈശോ അപ്പനും ഒരു കോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് രേവതി, ഇതെൻ്റെ അനുജത്തി അശ്വതി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2/11/2024 എനിക്ക് ആദ്യമായി സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ അനുജത്തിയുടെ ഒരു സാക്ഷ്യമാണ്. അനുജത്തി അശ്വതി, അവൾ 2025 +2 കഴിയുന്നുണ്ടായിരുന്നു. 10 വരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. 11, 12 അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവളുടെ റിസൾട്ടിനെ സംബന്ധിച്ച് വളരെയധികം ആശങ്കകളുണ്ടായിരുന്നു. ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അവൾക്ക് 90% മുകളിൽ മാർക്ക് കിട്ടണം +2. 2, ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണമെന്നുള്ളത്. അതും റിപ്പീറ്റ് ഒന്നും ചെയ്യാണ്ട്, കാരണം കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ റിപ്പീറ്റ് ഒന്നും ചെയ്യാണ്ട് ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണം എന്നൊരു നിയോഗം ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നിയോഗം, അവളുടെ +2ൻ്റെ മാർക്ക് വന്നപ്പോഴത്തേനും 89% 90%ലേക്ക് 1% കുറവ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് എന്നിൽ നിന്നും കൂടുതൽ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ വളരെയധികം ശക്തമാക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തമാക്കി. ഈ കുട്ടിയെ ഞാൻ എൻട്രൻസിന് ഞങ്ങളൊരു ക്രാഷ് കോഴ്സിന് കൊണ്ടാക്കി. ഞങ്ങൾ ഈ കുട്ടിക്ക് എൻട്രൻസിന് എഞ്ചിനീയറിംഗ് ആണ് ഇവൾ നോക്കുന്നുണ്ടായിരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനാണ് ഇവൾക്ക് താല്പര്യം. എല്ലാ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോഴും ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും എക്സാമിന് അയക്കുന്നതും ഒക്കെ. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2020 കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ 25,600 റാങ്ക്. ഞങ്ങൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുക ഒട്ടും തന്നെ സാധ്യമല്ലാത്തൊരു കാര്യമായിരുന്നു. കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൈക്കോർട്ടിൻ്റെ വിധി വരികയാണ്, ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണം, പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന രീതിയിൽ. അങ്ങനെ രണ്ടാമതൊരു റാങ്ക് ലിസ്റ്റ്, ഒരു കീമിന് എഞ്ചിനീയറിങ്ങിൻ്റെ രണ്ടാമതൊരു റാങ്ക് ലിസ്റ്റ് വരികയാണ്. ഞാനിതുവരെ കേട്ടിട്ടില്ല. ഞാനും എൻട്രൻസ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമതൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഈ കുട്ടിക്ക് 18,052 റാങ്കിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുകയുണ്ടായി. എന്നിട്ടും ഗവൺമെൻറ്റിൽ കിട്ടുമെന്നുള്ളത് വളരെ പ്രതീക്ഷ കുറവായിരുന്നു. പക്ഷേ എല്ലാവരും പ്രതീക്ഷ കുറവായിരുന്നു എന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ അപ്പയും അമ്മയോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നിയോഗത്തിൽ വച്ചതാണല്ലോ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയായിരുന്നു എനിക്ക് തരും, അല്ലെങ്കിൽ അമ്മ എനിക്കൊരു വഴി തരും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഗവൺമെൻറ് സീറ്റിൽ കിട്ടിയില്ലല്ലോ, നമ്മൾ എന്നൊക്കെ ഒരു വിഷമം പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ അപ്പയും അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം എനിക്ക് ഒരു വഴി കാണിച്ചു തരുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ തിരുവനന്തപുരത്തൊരു ഒരു KSRTCയുടെ കീഴിലുള്ള SCT എന്ന് പറഞ്ഞ കോളേജിലായിരുന്നു കിട്ടിയത്. 74,000 ഫീസ് വരുന്നത് വർഷം. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നു, ഒരു മാറ്റവും ഇല്ല, കോളേജിലൊരു മാറ്റവും ഇല്ല. മൂന്നാമത്തെ അലോട്ട്മെൻറ്റും വന്നു, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അലോട്ട്മെൻറ്റുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സിലേക്ക് പോയി തുടങ്ങി. അങ്ങനെയാണ് രാവിലെ ഒരു പുതിയൊരു അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ വേക്കൻറ്റ് സീറ്റ് ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെൻ്റ് ഉണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഗവൺമെൻറ് സീറ്റിൽ ഗവൺമെൻറ് സീറ്റിലേക്ക് ഒരു അഡ്മിഷനാണ് കിട്ടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ഒരു വലിയൊരു സാക്ഷ്യമാണ്. ഇത് അച്ഛൻ പറയുന്ന പോലെ തന്നെ നോട്ട് ബൈ ഹെർ മെറിറ്റ് ബട്ട് എൻ്റെ അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത്. ഇപ്പോൾ വർഷം 9,600 രൂപയുള്ളൂ വർഷം ഫീസ്. നിയോഗത്തിൽ വച്ചതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചു. അമ്മയ്ക്കും ഈശോപ്പനും 1 കോടി നന്ദി. രണ്ടാമത്, ഞാൻ 2020 പാസ് ഔട്ടായ ഒരു ഡെൻറ്റിസ്റ്റാണ്. ഞാൻ ഈ ഒരു 5 വർഷം ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി തുടർച്ചയായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ലാസ്റ്റ് 2025 ജൂൺ 13 എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ഞാൻ കൊടുത്തതിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് കിട്ടിയില്ല.
പക്ഷെ എന്നാലും ഞാനതിൽ വിഷമം പറഞ്ഞില്ല. എനിക്ക് തന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. മാതാവിനോട് ഈശോപ്പോഴും ഞാൻ ഒരിക്കലും വിഷമം പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാളും കൂടുതൽ ശക്തിയോട് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മാനസികമായി വളരെയധികം സങ്കടം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു ആ സമയത്ത്. പല ക്ലിനിക്കിലും നോക്കി, പക്ഷേ എനിക്ക് ഒരു ഫേവറബിളായിട്ടുള്ളൊരു ഇത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ജൂൺ 13 റിസൾട്ട് വന്നു. ജൂൺ 21 ഞാൻ ആഗ്രഹിച്ച പോലൊരു ജോലി എനിക്ക് കിട്ടി. ഒരു ഫ്രഷർ എന്ന രീതിയിൽ കയറുമ്പോൾ ആഗ്രഹിച്ച പോലൊരു എനിക്ക് ജോലി ലഭിക്കുകയാണ്. ക്ലിനിക്കിൻ്റെ പേര് ഒമേഗ എന്നാണ്. ആ ക്ലിനിക്കിന് അടുത്ത് തന്നെ എൻ്റെ അമ്മയുടെ ഒരു ഗ്രോട്ടയുണ്ട്. എനിക്കവിടെ പഞ്ചിങ്ങിന് കിട്ടിയ എൻ്റെ പഞ്ചിങ് ID 7 ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മ തന്ന ജോലിയാണെന്ന് ഞാൻ പറയും. രണ്ടാമത്, ഈ ഒരു കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ, നിരാശ ഒക്കെ ഞാൻ അണ്ടർഗോ ചെയ്തൊരു സമയമായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ഞാനിവിടെ പാളയം പള്ളിയുണ്ട്. ആ പാളയം പള്ളിയിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ സംസാരിക്കും. അമ്മയോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കും. അങ്ങനെ എന്നെ ഹീൽ ചെയ്തു. ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈശോനെ വൂണ്ടഡ് ഹീലർ എന്നാണ്. അങ്ങനെ എന്നെ ഹീൽ ചെയ്തതാണ് എൻ്റെ അമ്മയും. ഞാൻ ഈ ഒരു കാലഘട്ടത്ത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ നെസസറി ആയിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് ഞാൻ അടുക്കില്ലായിരുന്നു. ഞാൻ അത്രമാത്രം അടുത്തു തുടങ്ങിയിരുന്നു. മൂന്നാമതായിട്ട് എനിക്ക് കയ്യിൽ ചെറിയ അരിമ്പാറ പോലെ വരുന്നുണ്ടായിരുന്നു. 3 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കരിച്ച് കളയായിരുന്നു ചെയ്തിരുന്നത്. കുറേ നാൾ നോക്കി അത് ഹീലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അത് കരിച്ച് കളയാറുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷവും ഞാൻ ഈ അരിമ്പറ ഞാൻ നോട്ടീസ് ചെയ്തു. വീണ്ടും വരുന്നുണ്ടായിരുന്നു കയ്യിൽ. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണ തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് തന്നെ കരിഞ്ഞു പോയി. എനിക്കറിയില്ല, അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഒരു ട്രീറ്റ്മെൻറ്റ് വഴി കരിച്ച് കളയുന്നതാണ്. ഒരാഴ്ചത്തേക്ക് കൈയൊക്കെ ബാൻഡേജ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കേണ്ടതാണ്. അത്ഭുതം നോക്കട്ടെ, അത് തന്നെ കരിഞ്ഞു പോയി. ഒരു പാട് പോലും ഇല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമാവുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് ഏനൽ ഫിഷറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതും വളരെയധികം വേദനയായിരുന്നു അത് വരുമ്പോൾ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു വേദനയും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് നന്ദി. അത് കഴിഞ്ഞ് ഞാൻ 11 വർഷം മുന്നേ ലൈസൻസ് എടുത്ത വ്യക്തിയാണ്. എനിക്ക് വണ്ടി ഓടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. 2 ആഴ്ച മുന്നേ ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒന്നുമില്ല, പക്ഷേ അമ്മയും കൂടെ ഉണ്ട് എന്നുള്ള ഒരേ ഒരു ബലത്തിലാണ് ഞാൻ ആദ്യമായി വണ്ടി എടുത്ത്. അതും പാളയം പള്ളിയിലോട്ട് തന്നെ ഞാൻ പോകണം. എനിക്കൊരു പള്ളിയിൽ തന്നെ പോകണം, ചേർച്ചിൽ തന്നെ എനിക്ക് എൻ്റെ വണ്ടി എടുത്ത് ഫസ്റ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ സമർപ്പിച്ച് ഞാൻ പോയി. അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ഇപ്പം 2 ആഴ്ചയായി ഞാൻ ആ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ അമ്മയെ സമർപ്പിച്ചാണ് യാത്രകളെല്ലാം പോകുന്നത് എൻ്റെ വണ്ടിയിൽ. ഇതൊക്കെയാണ് എനിക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാതാവ് തന്ന സാക്ഷ്യങ്ങൾ. പക്ഷേ ഇതിലുപരി ഞാൻ അമ്മ എനിക്ക് തന്ന അഭിഷേകത്തിൽ എന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ഇമോഷണൽ കോഷ്യന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കടം, ക്രോധം, അതേപോലെ തന്നെ ക്ഷമയില്ലായ്മ, ഇതെല്ലാം പരിഹരിച്ച് ഒരു നല്ല വ്യക്തിയായി മാറ്റണമേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നിയോഗം വയ്ക്കുമ്പോഴൊക്കെ ആദ്യത്തെ ഒരു കോളം ഞാൻ ഒഴിച്ചിടുകയാണ് ചെയ്യുന്നത്. 2ാമതും 3ാമതും വയ്ക്കുന്ന നിയോഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഉടമ്പടി പാലിക്കാൻ പറ്റണമേ, നിത്യജീവനിലേക്ക് എന്നെ നയിക്കണമേ എന്ന രീതിയിലാണ് ഞാൻ ഉടമ്പടി വെക്കാറ്. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, കൃപാസന പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അത് വീടുകൾ കയറി ഇറങ്ങി ഓരോ വീടുകളിലും ചെന്ന്, പ്രത്യേകിച്ച് നോൺ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിൽ ഞാൻ പോയി പത്രങ്ങൾ വിതരണം ചെയ്യുകയും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് ഞാൻ പത്രം വിതരണം ചെയ്യുകയും ചെയ്യും. ചില ആൾക്കാർ മടി കാണിക്കാറുണ്ട്. ഞാൻ പറയും, മടി കാണിക്കരുത്, നിങ്ങളിത് ഈ പത്രം ഉപേക്ഷിക്കുകയാണെങ്കിൽ ദയവേത് എൻ്റെ ഇത് വാങ്ങിക്കരുത്, അത്രയും പവിത്രമാണ് ഈ പത്രം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പത്രം കൈമാറുന്നത്. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു
പ്രശ്നമുണ്ട്, നിനക്കൊരു ആരും തന്നെ സഹായിക്കാനില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങളിത് എടുക്കണം, നിങ്ങൾക്കൊരു രക്ഷയാണ് ഈ പത്രം, ഈ അമ്മ ഒരു രക്ഷയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഞാൻ എവിടെ ആയിരിക്കുന്നോ അവിടെയൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ ആളാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലായാലും ഒക്കെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ പത്രം കൊടുത്തു, ഞാൻ പ്രഖ്യാപിച്ചു എൻ്റെ അമ്മയുടെ ആളാണ്. ഇപ്പോൾ കാണുന്ന യൂത്തിൻ്റെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളൊരു മടി എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു ചലഞ്ചിനെ ഓവർകം ചെയ്തു. ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ ഞാൻ പറയും, ഞാൻ എൻ്റെ കൃപാസന അമ്മയുടെയും എൻ്റെ ഈശോപ്പൻ്റെയും ഒരു മകളാണെന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ എൻ്റെ കൃപാസന മാതാവിനെ കുറിച്ചും യേശുവപ്പനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അവർക്കൊക്കെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലായിരിക്കുന്ന രീതി അവർക്കറിയാം. അവർ എൻ്റെ ഈ മാറ്റം കണ്ട ഒരു കുട്ടിയെ വളരെയധികം അതിശയപ്പെട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ പ്രാർത്ഥനയാണ് നിന്നെ ഇപ്പോൾ ഒരു പുതിയ ആളായിട്ട് മാറ്റി, നിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അഫിൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ. അവിടുത്തെ അമ്മമാരോട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം പണ്ടും ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്, ആൾക്കാരെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറ്, ഇത് എൻ്റെ അമ്മയുടെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തിയാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കില്ല, എൻ്റെ കയ്യിൽ ഉള്ളതിൻ്റെ പങ്ക്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് ഇപ്പം ഉദ്ദേശിക്കുന്നത് ഇനിയും വളരെ ശക്തമായിട്ട്, ഇതൊന്നും പോരാന്നാണ് ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ പറയുന്നത്. എൻ്റെ ഒരു കുറവായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇനി മുതൽ ഇതിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അമ്മ എനിക്ക് കൃപ നൽകും എന്നാണ് എനിക്ക് എൻ്റെ ഒരു അമ്മയുടെ ഉള്ളൊരു ആവശ്യം. ക്ലിനിക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ രണ്ട് കയ്യിലും ഞാൻ തൈലം പൂശിയിട്ടാണ് ഞാൻ ആ കേസസ് അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാം കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് വരാറുണ്ട്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അമ്മയിൽ. പിന്നെ ബുദ്ധിമുട്ടുള്ള ക്യാൻസർ പേഷ്യൻസ്, അതേപോലെ തന്നെ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ക്ലിനിക്കിൽ വരുമ്പോൾ ഞാൻ അവരെ തലയിൽ തൊട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഈശോയിലും അപ്പയിലും ഒക്കെ ഞാൻ സമർപ്പിക്കാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ജാനുവരിയിൽ എടുത്തൊരു റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ മനുഷ്യരോട് ഞാനിനി പറയില്ല. ഞാൻ മുട്ടുകുത്തി ഞാൻ എൻ്റെ അപ്പയോടും അമ്മയോടും മാത്രമേ ഞാൻ പറയുള്ളൂ, വേറെ ആരോടും ഞാനത് ഷെയർ ചെയ്യില്ല. കാരണം അപ്പയുടെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തുന്ന അവരാരും വേറെ ആരുടെയും മുന്നിൽ മുട്ടുകുത്താൻ അമ്മയെ സമ്മതിക്കില്ല എന്ന് എനിക്ക് 100% വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ആരോടും അത് പറയില്ല എന്നൊരു റെസൊല്യൂഷൻ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് വെക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു ചെറിയ ബുക്ക്, ഞാൻ അന്ന് എല്ലാ ദിവസവും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ച ഫുഡ്, എനിക്ക് കിട്ടിയ സന്തോഷം, അതിന് പ്രതി എനിക്ക് കിട്ടിയ സംരക്ഷണം, പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങിച്ചാൽ തന്നെ ഞാനത് എഴുതും. എനിക്ക് പുതിയ സാധനം കിട്ടി, എനിക്ക് അമ്മയാണ് എനിക്ക് തന്നത്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി എനിക്ക് പുതിയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ എനിക്ക് സൂക്ഷിക്കാൻ തുടങ്ങി. പിന്നെ ഒരു പ്രെയർ ലിസ്റ്റ് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ആൾക്കാരും പിന്നെ എനിക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുടെയും പ്രെയർ ലിസ്റ്റുകൾ ഞാൻ സൂക്ഷിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഞാൻ ഈശോ അപ്പയിലും അമ്മയിലും ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് 2 അനുഭവങ്ങളുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്വപ്ന അനുഭവങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്വപ്നത്തിൽ നമ്മുടെ ജോസഫ് അച്ഛൻ കുട്ടികളെ കുഞ്ചിക്കുന്നതായിട്ടൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ അൽത്താര വിസിറ്റ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ ആ സെയിം സ്വപ്നം റിയാലിറ്റിയിൽ കാണുകയാണ്. അച്ഛൻ ഒരു കുട്ടിയെ കൊഞ്ചിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമതെന്ന് പറയുന്നത്, ഞാൻ ലാസ്റ്റ് ടൈം ഉടമ്പടി പുതുക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടു.
ഞാൻ സാധാരണ സ്വപ്നങ്ങൾ കാണുന്നത് എന്തെങ്കിലും ഒരു എനിക്ക് അറിയുന്ന ഒരു പ്രാവശ്യമെങ്കിലും കണ്ടൊരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷേ ഞാൻ അന്ന് സ്വപ്നം കണ്ടത് ഒരു 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 അമ്മയാണ്, ഒരു പ്രായമായ ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ടൊരു അമ്മ. ഞാൻ ആലോചിച്ചു, ആ ഒരു സ്വപ്നം എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി, അതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു സ്വപ്നമാണ്. പക്ഷെ അത് എന്താണെന്ന് ഡീകോഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. പൊസഷന് ഞാൻ പങ്കെടുത്തു. ഞാൻ ചന്ദനത്തിരി പിടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് മാതാവിനെ ഹോൾഡ് ചെയ്ത ആ അമ്മ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് 2 പ്രാവശ്യം ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോഴും 2ാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോഴും ഒക്കെ എനിക്ക് മാതാവിനെയാണ് ലഭിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. ഇനി എപ്പോഴും ജീവിതാവസാനം വരെ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഈശോ എപ്പോഴും അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാ, എല്ലാ നിമിഷവും ഈശോ എപ്പോഴും അമ്മയിലും കൂടെ ആയിരിക്കണം എന്നാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഞാൻ മാക്സിമം ഞാൻ പള്ളിയിൽ പോവും, സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. കുർബാന സ്വീകരിക്കാൻ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. കഴിയാത്തതിൽ ഞാൻ എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കും പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ ഓരോ നിമിഷവും ഞാൻ അപ്പയിലും അമ്മയിലും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ രീതിയിലും എന്ത് കാര്യം ഉണ്ടായാലും, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്തിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാൻ ആശ്രയിച്ച മൊത്തം പ്രയേഴ്സിനെയും ബൈബിളിനെയാണ്. ബൈബിൾ ഒരു റിലീജിയസ് ബുക്കാണ്. അതിനേക്കാൾ ഉപരി എനിക്കൊരു ബുക്ക് ഓഫ് ഹ്യൂമൻ സയൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കാരണം നമ്മുടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ബുക്കിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ചുമ്മാ ജസ്റ്റ് പ്രാർത്ഥിച്ച് ഒരു പേജ് എടുത്ത് തുറന്നു നോക്കിയാലും അതിലൊരു വചനം വായിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴൊക്കെ ഞാൻ ഈ പ്രയേഴ്സിനെയും ഈ ബൈബിളിലും തന്നെയാണ് ആശ്രയിച്ചത്. ഞാൻ എപ്പോഴും എവിടെ പോയാലും, എവിടെ നിന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാൽ പോലും എൻ്റെ കയ്യിലുണ്ടാകുന്ന സാധനമാണ് ബൈബിളും കൃപാസനത്തിലെ കാശ് രൂപവും ഒക്കെ. ഈ കൃപാസനത്തിലെ കാശ് രൂപം ഞാൻ ഒരിക്കലും കഴുത്തിലണിയില്ല, കയ്യിലാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എൻ്റെ മാതാവിൻ്റെ ആളാണ്. എവിടെയൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുമോ ആ രീതി എൻ്റെ വണ്ടിയിൽ ഞാൻ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണ് ഒട്ടിച്ചേക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും ഞാൻ റെപ്രസെൻ്റ് ചെയ്യാണ്. എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാണ്. എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ എനിക്ക് അപ്പയും അമ്മയും കൈമാറാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിലും കാലം ഉപരി എനിക്ക് നന്നായി ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഓരോ നിമിഷവും ഇനിയും ഇത്രയും വളരെ നന്നായിട്ട് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് അൽത്താരയിൽ പറയണം എന്നുണ്ട്. എൻ്റെ അപ്പയമ്മ എനിക്കുള്ള കൃപ എനിക്ക് ഉറപ്പായിട്ടും തരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഒരു കോടി നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 16-ാം തിരുവചനം. ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ചെയ്യും. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവവുമായി ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ രേവതി തൻ്റെ അനുജത്തി അശ്വതിയോടൊപ്പം വന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് ദൈവവും ഈശോയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ലെവലിനെ കുറിച്ചാണ് ഡോക്ടർ രേവതി ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാലും അനുജത്തിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവാതിരുന്നുള്ള എല്ലാ അയോഗ്യതകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അതെല്ലാം കൃപകളാക്കി മാറ്റിയ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്ന സാക്ഷ്യം.
സത്യമായും അതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് രേവതി അതിനെ ഇവിടെ രേഖപ്പെടുത്തി പറയുന്നത്. രേവതിയുടെ തന്നെ അനുഭവത്തിൽ ഈശോ ആരാണെന്നും ബൈബിൾ എന്താണെന്നുമൊക്കെ തനിക്ക് തന്നെ തൻ്റേതായ ഒരു നിലപാട് അല്ലെങ്കിൽ തനിക്ക് തന്നെ തൻ്റേതായ ഒരു ഡെഫിനിഷൻ വന്നു കഴിഞ്ഞു. എനിക്ക് ബൈബിൾ എന്താണെന്നും എനിക്ക് ഈശോ ആരാണെന്നും പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു, ഞാൻ അമ്മയുടെ ആളാണ്, അങ്ങനെയൊക്കെ പറയാനും പ്രഖ്യാപിക്കുവാനുമുള്ള ഒരു വലിയ ആസ്തി ഇന്ന് ഡോക്ടർ രേവതിക്കുള്ളതായിട്ട് നാം കാണുകയാണ്. മകൾ പറയുകയാണ്, എനിക്ക് ജോലി കിട്ടിയിരിക്കുന്ന ക്ലിനിക്കിൻ്റെ പേര് തന്നെ ഒമേഗ എന്നാണ്. നമുക്കറിയാം ഒമേഗ എന്ന വാക്കിൻ്റെ അർത്ഥം ആൽഫ ഒമേഗ നാം ബൈബിളിൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ആദ്യവും അന്ത്യവുമാണ്. അങ്ങനെ തന്നെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ എന്നെ നിത്യതയിലേക്ക് നയിക്കുന്നതാണ്. ഈശോയെ സ്വീകരിക്കാൻ സാധിക്കാതെ വരുമ്പോഴുള്ള എൻ്റെ സങ്കടം, അങ്ങനെ ഈശോ ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ഇന്ന് രേവതിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു ഉടമ്പടി ലെവലിലേക്ക് ഡോക്ടർ രേവതി എത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നത്താനിയലിനോട് ഈശോ പറയുന്നു, ഇതാ ഒരു നിഷ്കളങ്കനായ നിഷ്കപടനായ ഇസ്രായേൽക്കാരെക്കുറിച്ച് ദൈവം കാത്തിരിക്കുന്നത് ഒരു നല്ല പേര് കിട്ടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ചിലരെല്ലാം ഈശോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ചിത്രീകരണങ്ങൾ അവസ്ഥകൾ നാം ബൈബിളിൽ കാണുന്നുണ്ടെങ്കിലും നത്താനിയലിനെ നോക്കി ഈശോ പറഞ്ഞത് ഇതാ നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ എന്നാണ്. നമ്മെ ഓരോരുത്തരെയും നോക്കി ഈശോ എന്തായിരിക്കും പറയുക എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ സാക്ഷ്യത്തിൽ നിന്നാണ്. അതുപോലെ ഓരോ സമയത്തും ഡോക്ടർ രേവതി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴെല്ലാം അത് അമ്മ ഈശോയെ ശുശ്രൂഷിച്ചതുപോലെയാണ്. അമ്മയ്ക്ക് ഈശോയെ സ്വീകരിച്ച ഉടനെ തന്നെ എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെയുള്ളവരെ ശുശ്രൂഷിക്കാൻ ശീഘ്രത്തിൽ പോയി എന്നാണ് സുവിശേഷം പറയുന്നത്. അങ്ങനെ അമ്മയെപ്പോലെ ശുശ്രൂഷിക്കാൻ തൻ്റെ കൈകളിൽ എപ്പോഴും വിശുദ്ധ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടാണ് തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാ കോംപ്ലിക്കേറ്റഡ് കേസിനെയും പേഷ്യൻസിനെയും കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ജേണൽ എഴുതുന്ന ഒരു സ്വഭാവം, ഈശോ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ലൈഫ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതെല്ലാം എഴുതി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നന്ദിയുടെ ജീവിതം. ഇനി എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ ആദ്യത്തെ കോളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത നിയോഗങ്ങളെല്ലാം എനിക്ക് ഉടമ്പടി ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ അന്വേഷിക്കുന്നത്. അങ്ങനെ ഉടമ്പടി വളരെ കത്തിക്കയറുന്ന ഒരു സാക്ഷ്യത്തിനായി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഒരുപാട് മക്കളെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുവാനും രേവതിക്ക് തന്നെ ഒരു വിശുദ്ധമായ ജീവിതം എപ്പോഴും മുന്നോട്ട് വയ്ക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.